ജി സുധാകരന് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകി ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല. ഉള്ളിലൊന്ന് വെച്ച് പുറമെ വേറൊന്നു പറയാൻ കഴിയാത്തയാളാണ് സുധാകരനെന്നും ചെന്നിത്തല. സുധാകരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അപമാനിക്കാനുമുള്ള ഏത് നീക്കത്തെയും ചെറുക്കുമെന്നും ഇതിൽ നിന്ന് CPM പിന്മാറണമെന്നും രമേശ് ചെന്നിത്തലയുടെ മുന്നറിയിപ്പ്. അമ്പലപ്പുഴ MLA ജി സുധാകരന്റെ സ്വതന്ത്രമായ നിലപാടുകളെയും രാഷ്ട്രീയ സമഗ്രതയെയും പരസ്യമായി പ്രശംസിച്ച് ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല. ആലപ്പുഴ നഗരസഭയിൽ സുധാകരനെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ചെന്നിത്തലയുടെ പിന്തുണ. ജി സുധാകരൻ നിരപരാധിയും തുറന്നു സംസാരിക്കുന്ന പ്രകൃതക്കാരനുമാണെന്ന് ചെന്നിത്തല വ്യക്തമാക്കി. അകത്ത് ഒന്നുവെച്ച് പുറത്ത് മറ്റൊന്ന് പറയാറില്ലാത്ത സുധാകരന്റെ സ്വഭാവ ഗുണം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനവും സ്നേഹവും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ ഉയർന്ന കടന്നാക്രമണങ്ങളെ മറികടന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് പോലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ ജി സുധാകരന് സാധിച്ചത് ജനങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ തെളിവാണ്. ഈ ജനവിധിയെ എല്ലാവരും മാനിക്കണമെന്നും ജി സുധാകരനെ ആക്ഷേപിക്കുന്ന നിലപാടുകളിൽ നിന്ന് എതിരാളികൾ പിന്മാറണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്രതിനിധിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ 2 തവണ കൈകാര്യം ചെയ്തിട്ടും ഒരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നേതാവാണ് സുധാകരൻ. കളങ്കരഹിതമായ പൊതുപ്രവർത്തനത്തിലൂടെ അദ്ദേഹം ജനങ്ങൾക്ക് മാതൃകയായി മാറിയിരിക്കുകയാണ്. ജനപ്രതിനിധി എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹം പുലർത്തിയ സുതാര്യതയും അഴിമതിരഹിത നിലപാടുകളും പൊതുജീവിതത്തിൽ വച്ചു പുലർത്തേണ്ട അപൂർവ ഗുണങ്ങളാണെന്നും ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. മുൻപ് ആലപ്പുഴയിലെ പ്രാദേശിക കോൺഗ്രസ് CPM കൂട്ടുകെട്ടുകളെക്കുറിച്ച് ജി സുധാകരൻ MLA പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലെത്തിക്കൊണ്ട് തന്നെയായിരുന്നു സുധാകരന്റെ ഈ വിമർശനം. ആലപ്പുഴയിൽ CPMലെ ചിലരുമായി ചേർന്ന് പ്രാദേശിക തലത്തിൽ നടത്തുന്ന കൂട്ടുകച്ചവടം കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ആലപ്പുഴ നഗരസഭയിലെ LDF കൗൺസിലർമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും തനിക്കെതിരെ അവിടെ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടായിട്ടും പോലീസ് മുൻകൂട്ടി വിവരമറിയിച്ചില്ലെന്നും സുധാകരൻ ആരോപിച്ചിരുന്നു. എന്നാൽ തന്റെ മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സുധാകരന്റെ നിഷ്കളങ്കതയെ സ്വാഗതം ചെയ്യുകയാണ് ചെന്നിത്തല ചെയ്തത്. സുധാകരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അപമാനിക്കാനുമുള്ള CPMന്റെ നീക്കത്തെ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ലെന്നും അതിൽ നിന്ന് അവർ പിന്തിരിയണമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സുധാകരന് തന്റെയും പാർട്ടിയുടെയും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും ജനവിധി മാനിച്ച് മുന്നോട്ടു പോകാൻ എല്ലാവരും തയ്യാറാകണമെന്നും ആഭ്യന്തരമന്ത്രി ഓർമ്മിപ്പിച്ചു.